മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒമാന്റെ ഏറ്റവും ഹയസ്റ്റ് സ്പോട്ടായിട്ടുള്ള ജബൽ ഷംസിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഒമാനിലെ ഒരു അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജബൽ ഷംസ്. ഈ ഒമാനിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. 4-wheel ഡ്രൈവാണ് നമുക്ക് അങ്ങ് എൻഡ് വരെ എത്താൻ. കുറച്ച് ഒരു പർട്ടിക്കുലർ ഒരു സ്ഥലം വരെ നമ്മളുടെ സ്മോൾ കാറെല്ലാം പോകും. നമ്മൾ ഇന്ന് കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ക്യാമ്പ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് നമുക്ക് നമ്മളിന്ന് റിയാൽ സെൻറ്ററിലാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ നോക്കി പോവാണ്. എവിടെ കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു കട നമുക്ക് കിട്ടിയിട്ടുണ്ട്, സൂക്കല്ലാർ. അപ്പോൾ നമുക്ക് ഇവിടെ കയറിയിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മുട്ട ഇവിടെ നിന്ന് കിട്ടും. ഞാനുണ്ട്. ഇതാണ് അടുത്ത നമ്മൾ എഗ്ഗ് മേടിക്കാൻ പോകുന്ന ഷോപ്പ്. നമ്മൾ മേടിക്കാനുള്ള എല്ലാ ഐറ്റംസും മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് വരാൻ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഈ സെയിം ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാണെന്ന്. ഇവിടെ നിന്നും ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ വരാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ഈ ഒരു ടൈമിൽ അത്യാവശ്യം ബ്ലോക്കും തിരക്കും ഉണ്ടാവും. കാരണം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് 12:30 ടൈമിലായിരുന്നു. അപ്പോൾ ഇവിടെ മോസ്കിലെ പ്രെയറും കാര്യങ്ങളും ഉള്ള ടൈമാണ്. പ്രെയർ വിടുന്നതും ഒക്കെ കുറച്ച് റഷും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്ത് ശീലമില്ല. പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുക അതൊന്നും നമുക്ക് ശീലമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഈ വ്ളോഗിലും കാണും. നമ്മളുടെ ഫ്രണ്ട്സിനും അങ്ങനെ ശീലമുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പോൾ അതിൻ്റേതായ ചമ്മലും നാണവും എല്ലാം ഈ വ്ളോഗിലുണ്ടാകും. ഒരു റോ ആയിട്ടുള്ളൊരു വീഡിയോ വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കറക്റ്റ് 1:30 ആയി. 1 o'clock എല്ലാവരോടും വരണം, നമുക്കിവിടെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. എല്ലാവർക്കും ഭയങ്കര കൃത്യനിഷ്ഠയായത് കാരണം ഇതുവരെ ഒറ്റ മനുഷ്യരിവിടെ എത്തിയിട്ടില്ല. നച്ചു ആണെങ്കിൽ നച്ചുവിടെ തിങ്സ് എല്ലാം ഇവിടെ സെറ്റാക്കി ഉറങ്ങാനുള്ള സെറ്റപ്പിൽ ഇരിക്കുകയാണ്. വണ്ടി ഒന്ന് മൂവ് ചെയ്തിട്ട് വേണം ഉറങ്ങാനായിട്ട്. ആൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് അവിടെ എത്തും. പിന്നെ ഫോർ യുവർ ഇൻഫോർമേഷൻ, ഇത് വന്ന് ആൻറ്റി ടർണിഷ് ജ്വല്ലറിയാണ്. നമ്മുടെ മസ്കറ്റിൽ ആൻറ്റി ടർണിഷ് ജ്വല്ലറി നോക്കി നടക്കുന്നവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഓൺലൈൻ സ്റ്റോർ നടത്തുന്നുണ്ട്. നക്ഷ ബൈ പൊന്നു എന്നാണ് പേര്. ഞാൻ ആ പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ടെമ്പിൾ ജ്വല്ലറീസ്, ആൻറ്റി ടർണിഷ് ജ്വല്ലറി, സാരീസ് എല്ലാം ട്രെൻഡിങ് ഐറ്റംസ് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ മസ്കറ്റിലുള്ളവർക്ക് എല്ലാവർക്കും ഫ്രീ ഡെലിവറി ആയിരിക്കും. വേണ്ടവർ വേഗം പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. അങ്ങനെ അവസാനം ഒരാൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നീണ്ട 3/4 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം അടുത്ത ആള് വന്നിട്ടുണ്ട്. എല്ലാരും കാറിൽ വന്ന് ഇറങ്ങാണ്. നീ എവിടെയായിരുന്നു സമയത്രേ? ഈശ്വറാണോ? എത്തല്ലേ നമ്മള്?
സമൂസ എനിക്ക് വേണ്ട. ഗൈസ് നമുക്ക് കുറച്ച് എന്തെങ്കിലും കട്ട്ലറ്റ് മാത്രം മതി. ഗൈസ് നമുക്ക് കുറച്ച് കട്ട്ലറ്റ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങി. ഈ കുട്ടി ചിക്കൻ കഴിക്കില്ല, നമ്മൾ മാത്രം ചിക്കൻ കഴിക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് വെജിറ്റബിളിൻ്റെ ആവശ്യമേ ഇല്ല. ഗായ്സ്, അപ്പോൾ നമ്മളുടെ ജബൽ ഷംസിലേക്കുള്ള ബാക്കി യാത്ര പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.